DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് പൊതുജനങ്ങൾ പകൽ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. പരമാവധി ശുദ്ധജലം കുടിക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണം. നിർജ്ജലീകരണം ഉണ്ടാകുന്ന മദ്യം, കാപ്പി, ചായ, കാർബണേറ്റഡ് ശീതളപാനീയങ്ങൾ തുടങ്ങിയവ പകൽ സമയത്ത് ഒഴിവാക്കുക. അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പുകൾ ധരിക്കുക. കുടയോ തൊപ്പിയോ ഉപയോഗിക്കുന്നതും നല്ലതായിരിക്കും. പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക. ORS ലായനി, സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളെല്ലാവരും ഈ നിർദ്ദേശങ്ങൾ പാലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓൾ പാസ് സംവിധാനം ഒഴിവാക്കൽ ഹൈസ്കൂളിന് പുറമെ 7ാം ക്ലാസ് മുതൽ താഴെ തട്ടിലേക്ക് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. 3 മുതൽ 9 വരെ ക്ലാസുകളിൽ പ്രത്യേക വിഷയങ്ങളിൽ പഠന നിലവാരം ഉറപ്പാക്കുവാൻ അടുത്ത വർഷം മുതൽ പ്രത്യേക പരീക്ഷയുണ്ടാകും. കുട്ടികൾക്ക് മാർക്ക് വാരിക്കോരി നൽകുന്ന സമ്പ്രദായത്തിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നതോടെയാണ് ഓൾ പാസ് സംവിധാനം നിർത്തലാക്കാൻ തീരുമാനമായത്. ഈ വർഷം 8ാം ക്ലാസ്സിലും അടുത്ത വർഷം 9ാം ക്ലാസ്സിലും പിന്നീട് 10ാം ക്ലാസ്സിലും ഇത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. 8ന് താഴെയുള്ള ക്ലാസുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. 7ലും അതിന് താഴോട്ടുള്ള ക്ലാസുകളിലും എഴുത്തു പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് നിർബന്ധമാക്കാനാണ് നീക്കം. എഴുത്തു പരീക്ഷയിൽ ആകെ മാർക്കിന്റെ 30% പാസ് മാർക്ക്. എങ്കിലും മിനിമം മാർക്ക് ഇല്ലെങ്കിൽ വിദ്യാർത്ഥിയെ തോൽപ്പിക്കില്ല. പകരം തീവ്ര പരിശീലനം നൽകിക്കൊണ്ട് ആ അധ്യയന വർഷം തന്നെ മറ്റൊരു പരീക്ഷയിൽ കൂടി അവസരം നൽകും. 3 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ കണക്ക്, സയൻസ്, ഭാഷ, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ പ്രത്യേക പരീക്ഷ ഏർപ്പെടുത്തും. അടുത്ത അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. പെൻഷൻ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ, അതായത് വിധവ, അവിവാഹിത പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിൽ താഴെയുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ എല്ലാ വർഷവും സമർപ്പിക്കേണ്ടതാണ്. ഇനി ആരെങ്കിലും ഈ രേഖ സമർപ്പിക്കുവാനുണ്ടെങ്കിൽ അവർ എത്രയും വേഗം സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക. ഫെബ്രുവരി 28 മുൻപായി തന്നെ സേവന പെൻഷൻ വെബ്സൈറ്റിൽ ഈ രേഖ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിലോ തദ്ദേശ സ്ഥാപനത്തിലോ നേരിട്ട് ഈ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ഒപ്പം ആധാറിന്റെ കോപ്പിയും സമർപ്പിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ 2025 മുതൽ നിങ്ങൾക്ക് പെൻഷൻ മുടങ്ങുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ റേഷൻ കാർഡ് ഉടമകളും റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നത് അവസാന ദിനങ്ങളിലേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ വാങ്ങാൻ ശ്രദ്ധിക്കണം. കാരണം അവസാന ദിവസങ്ങളൊക്കെ എത്തുമ്പോൾ സെർവർ തകരാറ് മൂലം റേഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ റേഷൻ വിഹിതങ്ങൾ കുറയാനും സാധ്യതയുണ്ട്. അതിനാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ ആനുകൂല്യം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കേവലം 8 ദിവസങ്ങൾ മാത്രമാണ് ഫെബ്രുവരി റേഷൻ വിതരണം അവസാനിക്കാനുള്ളത്. എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.